ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നത്. ചുട്ട് കഴിഞ്ഞാൽ വേണം നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ ഉണ്ടായിട്ട്. ഇപ്പം നമ്മൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊടിയായിട്ട് പാക്ക് പൊടിയായിരുന്നു. പാക്ക് പൊടിയല്ല, ലൂസായിട്ടുള്ള പൊടി. ഇത്ര കുഴച്ചിട്ട് ടമ്പറാണ് പൊടി. നമ്മൾ വാട്ടി കഴിഞ്ഞാണല്ലോ ഈ പൊടി എന്താണ് ഇങ്ങനെ വരാൻ കാരണം. പാക്ക് പൊടി വാങ്ങലില്ല, അങ്ങനെ വാങ്ങി നോക്കിയതിനകത്ത് ഇന്നത്തെ പൊള്ളാനെ ഭയങ്കര ഒരു മടി. പൊടിയുണ്ട്, പത്തിരി ഉണ്ട്, പടി കഴിക്കണം. ഞാൻ ഗ്യാസ് വലിയ കല്ലിച്ചാൽ ചുട്ടില്ല കേട്ടോ. 4 പത്തിരി കൊല്ലം 5 കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ഈമേൽ പെട്ടെന്ന് ചുടുന്ന വെച്ചാൽ മോന് മദ്രസ പോകാണ്ട് 5 മണിയാകുമ്പോഴത്തേന് വേഗത്തിൽ പോവുള്ളൂ. അത് പെട്ടെന്ന് ചായയും കടിയൊക്കെ ആക്കണം. കറിയായി ഗ്രീൻ പീസ് കറിക്ക് തേങ്ങ അരക്കാണ്ട്. തേങ്ങ പൊളിച്ചുണ്ടോ തന്നെ നോക്കട്ടെ. 2 പത്തിരി ആക്കിയിട്ട് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ കറിക്ക് തേങ്ങ അരച്ച് ഒന്ന് ചായ കൊടുക്കാം. അട്ടിക്ക് പോകണയോ ഗ്രീൻ പീസ് ആയിരുന്നു നോക്കിയിട്ടുണ്ട്. ഏറ് പോയി. ഗ്രീൻ പീസ് അതിൽ ഒന്ന് അടച്ച് വെക്കണം. വേവാൻ ഭയങ്കര പാടാണ്, പെട്ടെന്ന് വന്നിട്ടില്ല. ചില ഗ്രീൻ പീസാണ് 2-3 പൂക്കൊക്കെയൊക്കെ തന്നെ നല്ല വേവ് കിട്ടും. ഇതാണ് എത്ര പൂക്കൊക്കെയാലും ഒരു വേവാത്ത ഗ്രീൻ പീസ്. കടയിൽ നിന്നൊക്കെയാണ് വാങ്ങിയത്. നമ്മൾ ഗ്രീൻ പീസ് തന്നെ ചക്ക എടുത്തിട്ട് കറി ഗ്രീൻ പീസ് മിക്സിയിലിട്ട് കറക്കട്ടെ. അതിക്കുള്ള തേങ്ങ നമ്മൾ അരച്ച് വെച്ച് ചെറുപ്പത്തിൽ ഈ കടുക് ഇടട്ടെ, കടുകും കരിവേപ്പില ഇടട്ടെ. നമ്മളെ മിക്സി ഇട്ടത് കേട്ടോ. വേവേണ്ടത് വേവാൻ ഒരൊറ്റ കക്ക മിക്സി ഇട്ടിട്ട്. അപ്പോൾ ഏത് വേവാത്ത കടലിൽ സാധനം വേവിട്ട് മിക്സി ഇട്ടാൽ നമുക്ക് തേങ്ങ അതിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ട് നീക്കാം. നമുക്ക് കുരുവോൾ പൊടിച്ചത് നല്ല ടേസ്റ്റാക്കി വെച്ചിട്ട് ഈ കുരുവോളിൻ്റെ പച്ച വെളിച്ചെണ്ണയ്ക്ക് എടുത്തിട്ട് നമ്മൾ കറി കിട്ടാൻ നല്ല ടേസ്റ്റ്. നല്ല സ്മെല്ല് കിട്ടും. പച്ചക്കുരുവോളുടെ സ്മെല്ലൊക്കെ വളരെ നല്ല സ്മെല്ലാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് കറി പത്തിരി എടുത്ത് കറി ഒഴിച്ച് കഴിക്കട്ടെ. ഇതോ ചായ നല്ല കട്ട ചായ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.